ഹലോ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് വാട്ടർഫാൾ ചേസിങ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഓറിഗണിലാണ് കേട്ടോ ഉള്ളത്. ഇവിടുത്തെ 5ാമത്തെ വീഡിയോ ആയിരിക്കും ഞാനിപ്പോൾ പോസ്റ്റ് ചെയ്തത്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വ്യൂസ് ആൻഡ് പ്ലേസസ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വിസ്റ്റ ഹൗസിലേക്കാണ്. ഇന്നത്തെ ഫസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ഒരു കൊളംബിയ റിവറിൻ്റെ ബ്രെത്ത് ടേക്കിംഗ് വ്യൂ കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടിട്ട് ഇന്നത്തെ വാട്ടർഫാൾ ചേസിങ് വ്ളോഗ് ഇവിടെ തുടങ്ങുകയാണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. ആക്ച്വലി ഇവിടെ 20 ഡിഗ്രി എന്തോ ആണ്, പക്ഷേ ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് എന്ത് ഡ്രസ്സ് ഇട്ടാലും നമ്മൾ ഫുൾ എയറപ്പ് ചെയ്തിട്ട് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കാർ ആ സൈഡിൽ പാർക്ക് ചെയ്ത് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. ഇനി അതിൻ്റെ ആ ബാക്കിൽ കാണുന്ന ബിൽഡിങ്ങിൻ്റെ മേലെ കയറുന്നാലേ നമ്മൾ അതിൻ്റെ മേലെ നോക്കി, അതെ 360 വ്യൂ കിട്ടും. എടാ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഫുൾ നടക്കാനുള്ള ഏരിയ ഉണ്ടല്ലേ. ഓക്കെ, ഇതാ പോണേ എൻ്റെ ബാഗ്. സോ നമ്മൾ ഈ സ്റ്റെയർ വഴി കയറിയിട്ട് വേണം മേലെ പോവാൻ. 2 സൈഡിലുണ്ട് സ്റ്റെയർ. ഈ വ്യൂസ് കാണാനെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വിസ്റ്റ ഹൗസിൻ്റെ മുകളിലത്തെ ഫ്ലോറിൽ പോവുക. ഇതുപോലെ നടന്ന് കാണാം. 360 ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് കണ്ട് നല്ല ഭംഗിയായിരുന്നു. കുറേ വീഡിയോസ് എടുത്തു. ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട്, കാരണം രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഞാൻ എന്തെങ്കിലും ഒരു മെമ്മറിക്ക് വേണ്ടി എന്തെങ്കിലും എടുക്കും. അപ്പോൾ ഇപ്രാവശ്യം ഈ മിററാണ് എടുത്തത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വന്നിട്ട് ലോട്ടോറൽ ഫോൾസ് എന്ന് പറഞ്ഞ് ഇവിടെ അടുത്തൊരു ഫോൾസ് ഉണ്ട്. 6 minutes ആയിരുന്നു ഫ്രം ദ കൊളംബിയ റിവർ കോച്ച് വിസ്റ്റ ഹൗസ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു 5 minute ഒരു വാക്ക്, ഒരു റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് പോണേ. അപ്പം പോണം. എന്നിട്ട് അവിടെ എത്താറായി. ആക്ച്വലി ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഒരു സ്റ്റെയർ കയറിയാൽ നമ്മൾ ആ സ്പോട്ടിലെത്തുന്നുണ്ട്, വെള്ളച്ചാട്ടം. സോ യാ, നമുക്ക് അവിടെ എത്തിയിട്ട് ആ വ്യൂസൊക്കെ ഒന്ന് കാണാം. അതാണ് ലറ്റോറൽ ഫോൾസ്. ഈ സ്പോട്ടിൽ അത്രയും കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാണ്. നമ്മളിപ്പോൾ ഫോൾസ്, കുറേ ടൈപ്പ് ഓഫ് ഫോൾസ് ഉള്ള ഒരു ഏരിയയിലാണ് ഉള്ളത്. പക്ഷേ എവിടേക്കാണ് അതിൻ്റെ എക്സാക്ട് സ്പോട്ട് എന്നുള്ളത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടുപിടിച്ചാൽ നമ്മൾ പോവും. ബ്രൈഡൽ വെയിൽ, പിന്നെ എന്താണ് പറയുക, ഹൂഡ് റിവർ, അങ്ങനെയുള്ള കുറച്ച് ഏരിയ ഉണ്ട്. മീൻസ് കുറച്ച് വാട്ടർഫാൾസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഞങ്ങൾ ഇവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് പോവാന്നൊക്കെ ഉള്ളത്. ഫസ്റ്റ് കണ്ട ആ ഫോൾ എനിക്ക് അത്ര അങ്ങ് ബോധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. അടുത്ത ഒരു ഫോൾസ് കാണാനാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ പേരാണ് ബ്രൈഡൽ വെയിൽസ്. ഈ ബ്രൈഡൽ വെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രൈഡ്സിൻ്റെ ബാക്കിലൊരു വെയിൽ വെക്കുമല്ലോ, അതിൻ്റെ പോലെയാണ് ആ ഒരു വാട്ടർഫാൾ കാണാനെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അതുകൊണ്ട് ആൾക്കാരോട് ചോദിച്ചിട്ടും മാപ്പിൽ നോക്കിയും എങ്ങനെയൊക്കെയോ ഞങ്ങൾ ആ സ്പോട്ടിൽ എത്തിപ്പെട്ടു. അപ്പോൾ ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന ഒരു ട്രയൽ. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലേക്കും ഒക്കെ ഒരു ട്രയൽ പോകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡായി അവിടെയും. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചോദിച്ച് വേണം പോകാൻ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്ന സ്പോട്ടേ വേറെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾ ഏകദേശം കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. പക്ഷേ എനിക്കറിയാം അവിടെ നടന്നെത്തിയാലും ആ ഒരു സ്പോട്ട് നല്ല വെർത്തായിരിക്കുന്നു. മാത്രമല്ല ഈ പോകുന്ന വഴികൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാം ആൻഡ് ക്വയറ്റാണ്. അതുപോലെ നല്ല വെയിലൊന്നുമില്ല, നല്ല പീസ്ഫുള്ളായിട്ട്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങളിപ്പോൾ അവിടെ എത്താറായി. ബ്രൈഡൽ വെയിൽ ഫോൾസിക്ക് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 4 പേരും കാട്ടിൽ ഒറ്റവതി പാതയിൽ. ഫുൾ കാടാണ് കേട്ടോ അവിടെ. കല്ലും മുള്ളും നിറഞ്ഞ പാതകളിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫാൾസ് അറ്റം കാണാന് എത്തിയോ? ഓ ഓക്കെ ഓക്കെ, ഈ വഴി കണ്ടോ? ഈ വഴി കയറി പോണം എന്നാണ് പറയണത്. ഓ ഇതാ നിனைக்கிறேன்டா. എന്താ? ഓ സോ അതായിരിക്കും വ്യൂ പോയിന്റ് അല്ലേ? ആമാ അതുതാ. അപ്പൊ സൗണ്ട് ഇതിന്റെ തന്നെയാണ് കേട്ടോ നമ്മൾ കേട്ടേ.
ബ്രൈഡൽ വെയിൽ ഫോൾസിലെത്തി. ഇതും ലറ്റോറൽ കണക്ക് ബ്യൂട്ടിഫുൾ ആണ്. വി ഡിഡ്ന്റ് ഗെറ്റ് ടു ഗോ ടു ലറ്റോറൽ ഫോൾസ് ആക്ച്വലി. അവിടെ പക്ഷേ ഇത് വി ഹാവ് റീച്ച്ഡ്. ഇതാണ് ബ്രൈഡൽ വെയിൽ ഫോൾസ്. അവിടെ പോയി ഒരു തട്ട് കിടക്ക് വന്നിട്ട് തട്ടുന്ന താഴെയുള്ള വെള്ളം കാണുമ്പോൾ നമുക്ക് കുളിക്കാൻ തോന്നും, പക്ഷേ ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട് ഹിയർ. നല്ല കോൾഡ് ആയിട്ട്. ലെറ്റ്സ് ട്രൈ ടു ഗോ. We are doing waterfall chasing today. അടുത്ത waterfalls Multnomah Falls. ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ട്ടോ ഒരു ഫാള്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഫാൾ എന്നാണ് ഫ്രണ്ട് പറഞ്ഞത്. സോ നമ്മൾ ഈ പിക്ചറിലൊക്കെ കാണുമല്ലോ, പെയിന്റിങ്സിലൊക്കെ കാണുന്ന ഒരു ഫാൾ ഇല്ലേ, എക്സാക്ട് സെയിം ഒരു സ്ട്രക്ചർ ആണ് അതിന്. ദിസ് ഈസ് ദി Multnomah Falls ആൻഡ് അവിടെ ഒരു ബ്രിഡ്ജും ഉണ്ട്. അടിപൊളിയല്ലേ? ഓ മൈ ഗോഡ്, ക്രേസി. ഞങ്ങളിനി ആ ബ്രിഡ്ജിലോട്ട് പോകുന്നത് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ അവിടെ പോയിട്ട് അടുത്താണ്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വാട്ടർഫോൾ എന്നെ റിമൈൻഡ് ചെയ്തത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ ബുക്കിൻ്റെ ഒരു കവർ പിക്കായിട്ടുണ്ടാവില്ലേ കുറേ നല്ല ബ്യൂട്ടിഫുൾ സ്പോട്ട്സ്, അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൽ വാട്ടർഫോൾ പോലെ ഉണ്ടായിരുന്നു. ഇപ്പം വി ആർ ഗോയിങ് ടു ദി ബ്രിഡ്ജ്, Multnomah Falls ബ്രിഡ്ജ്. ജസ്റ്റ് എ 0.2 മൈൽ ട്രയലാണ്. ബട്ട് ദ oh my god, the nature is so pristine and really good. ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയാണ്, നേരെ പോവുകയാണ്. ആക്ച്വലി ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഒരു കാട്ടിന്റെ അകത്തൂടെ നമ്മൾ നടന്നു പോകുന്ന പോലെ ഉണ്ട്. ഇത് കുറച്ച് മൂച്ചു വാങ്ങുന്നത്, ബട്ട് നല്ല തണുപ്പുള്ള കാറ്റാണ് കേട്ടോ, നല്ല ഫ്രഷ് എയർ. നല്ല അതാണ് ഇവിടെ എനിക്ക് ഇഷ്ടം. യുഎസിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈക് പൊല്യൂഷൻ ഫ്രീ എയർ. നമുക്ക് ആ എയർ ക്വാളിറ്റി ഇങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. എത്താറായെന്ന് തോന്നുന്നു. കണ്ടോ വ്യൂ ആണ് കൊളംബിയ ഗോർജ്. ആൻഡ് ദെൻ വി ആർ ആ വ്യൂ കണ്ടോണ്ട് നമ്മൾ ഇങ്ങനെ നടന്നു. ഇപ്പൊ നമ്മൾ താഴെ കണ്ട ബ്രിഡ്ജിന്റെ പേര് ബെൻസൺ ബ്രിഡ്ജ് എന്നാണ്. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദ ഹിസ്റ്ററി, ബട്ട് പോണ വഴി ഇറ്റ്സ് റിയലി സൂതിങ് ടു ദ ഐസ്. പ്രൈസ്ലെസ് ഐ വുഡ് സേ. നമ്മളങ്ങനെ ട്രയൽ കഴിഞ്ഞെത്തി ബ്രിഡ്ജിലോട്ട് പോവുകയാണ്. അതാണ് Multnomah Waterfalls. Oh my god, surreal and amazing. So we finished and wrapped up Multnomah Falls. അപ്പോൾ ഇന്നത്തെ വാട്ടർഫോൾ ചേസിങ് കഴിഞ്ഞു. ഇനി കുറച്ച് മൗണ്ടൻസ് ആൻഡ് ഫുഡ് മൗണ്ടൻസ് ആൻഡ് ലേക്സ് ആണ്. സോ ഈ വ്ളോഗിൽ വാട്ടർഫോൾ ചേസിങ് മാത്രമായിരിക്കും. സോ അതിൻ്റെ റാപ്പപ്പ് ഇപ്പോൾ എടുക്കാം. എന്നിട്ട് അടുത്ത വ്ളോഗിൽ മൗണ്ടൻസ് ആൻഡ് ലേക്സിൻ്റെ ഇതിൽ പോവാം. സോ അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.